ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു മിനി ട്രാവൽ വ്ളോഗാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. കുന്നുംപുറത്തുള്ള വേവ് ലാൻഡിലേക്കാണ് കേട്ടോ ഇന്നത്തെ യാത്ര. അപ്പോൾ സച്ചുവിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇവിടെ കുട്ടികൾക്കാണ് കേട്ടോ കൂടുതലായിട്ടും ഇവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ഇവിടെ സ്വിമ്മിംഗ് പൂള് അതുപോലെ തന്നെ കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ കൂടുതൽ എമൗണ്ടൊക്കെ കൊടുത്തിട്ട് വണ്ടർല, ഫാൻറ്റസി പാർക്ക് പോലത്തെ വാട്ടർ പാർക്കിലേക്ക് പോകാൻ പറ്റാത്തവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്ലേസ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് ഏകദേശം 20 മിനിറ്റ് യാത്രയുള്ളൂ കേട്ടോ ഈ ഒരു സ്ഥലത്തേക്ക്. ഇതിൻ്റെ അകത്തേക്ക് കിടക്കണമെങ്കിൽ നമുക്ക് ആകെ 30 റുപ്പീസ് എമൗണ്ട് വരുന്നുള്ളൂ കേട്ടോ ഒരാൾക്ക്. അപ്പോൾ ഇതാ നമ്മൾ 3 പേർക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 90 റുപ്പീസ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 30 റുപ്പീസിൻ്റെ ഒരു ടിക്കറ്റ് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ വേറെ റൈഡിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ക്യാഷ് കൊടുക്കണം കേട്ടോ. 50 രൂപ 100 രൂപയൊക്കെ വരുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് പാക്കേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 460 രൂപ ആവും. അപ്പോൾ ടോട്ടൽ നമുക്ക് എല്ലാ റൈഡിലും കയറാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. പിന്നെ നമ്മൾ സച്ചുവിനെ കൊണ്ടായതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. അവനക്ക് ചില റൈഡിലൊന്നും കയറാൻ പറ്റില്ലല്ലോ, ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ പേടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവനക്ക് കൂടുതലായിട്ട് സ്വിമ്മിംഗ് പൂളിൽ ചാടണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ അവൻ ആദ്യം തന്നെ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ വലിയ സ്വിമ്മിംഗ് പൂള്. പിന്നെ കുട്ടികൾക്കുള്ള ചെറുത് ഇതിന് താഴെയായിട്ടുണ്ട്. അപ്പോൾ ആദ്യം അവിടേക്ക് പോയി, അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അവന് ഇതിലേക്ക് വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ അതിൽ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ആദ്യം ഇവിടെ കയറിയിട്ട് പിന്നെ അവിടെ കയറാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യം ഇതാ കുട്ടികളുടെ സ്വിമ്മിംഗ് പൂളിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടെ കാര്യമായിട്ട് കുട്ടികൾക്ക് തന്നെയാണ് കേട്ടോ, ഞാൻ മുന്നേ പറഞ്ഞല്ലോ. പിന്നെ ആ വലിയ സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞ ഭാഗത്താണ് കേട്ടോ നമുക്ക് മുതിർന്നവർക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റുക. പിന്നെ അവിടെ ഫാമിലി പാക്കേജ് ഉണ്ട്. നമ്മൾ ആദ്യം വിളിച്ച് പറഞ്ഞ് ബുക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ആ ഒരു പൂളിൽ. അങ്ങനെ ഇതാ സച്ചു ഈ പൂളിലേക്ക് എത്തിയിട്ട് ഇവിടുത്തെ കുട്ടികളായിട്ടൊക്കെ കമ്പനി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ഇവിടെ പെറ്റ്സ് പാർക്ക് ഉണ്ട്. അപ്പോൾ ഞാനൊക്കെയും കൂടെ അവിടെയൊക്കെ പോയിട്ട് ബേഡ്സിനും അതിനൊക്കെ കണ്ടിട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ നൈറ്റ് 10 മണി വരെ ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 8:30 വരെ ഞങ്ങളിവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഒരു കുഞ്ഞു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ, താങ്ക് യു.